ഇയാൾ കൊടുത്തിട്ടുള്ള ഭക്ഷണ പൊതികൾ വഴിയിൽ ഉപേക്ഷിക്കാനുണ്ടായത്. അത് ഇയാൾ അറിഞ്ഞപ്പോൾ അത് ശക്തമായിട്ട് അയാൾ ചോദിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ സമർപ്പിക്കാൻ വേണ്ടി അയോധ്യയിൽ ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ. അതേപോലെ രാമരാജ്യം അതുപോലെ ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ജില്ലയുടെ അയാൾ പറഞ്ഞു, ഈ ജില്ലയുടെ മേധാവിയാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് നിങ്ങൾ ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രം രൂപപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം എന്താണ് പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഈ മുസ്ലിങ്ങൾക്കെതിരെ ഇതൊക്കെ പറയാം, പക്ഷെ ദളിതർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റുക? ദളിതരെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ, ഈ നിലക്ക് ഒറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ കൃത്യമായിട്ടും ദളിതരെയും ഇതേ ആശയം ഉപയോഗിച്ച് അവർ ഉന്നമിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ മാത്രമല്ല പീഡിപ്പിക്കപ്പെടുന്നത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് UGCക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 118% വർധനവാണ് ഇതിലായി UGC കണ്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് UGC ഒരു തുല്യതാ ചട്ട നിയമം കൊണ്ടുവന്നത്. ഈ 2026 ഈ തുല്യതാ ചട്ട നിയമം UGC പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേഷൻസ് 2026 എന്ന ഒരു ആക്ട് കൊണ്ടുവരികയും അത് നമുക്കറിയാം, രോഹിത് വെമുല പോലെയുള്ള ആളുകൾ ആത്മഹത്യ ചെയ്ത കേന്ദ്ര സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനൊരു അർജി വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് UGC ഇത് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ചട്ടം കൊണ്ടുവന്നതിന് ശേഷം സുപ്രീം കോടതി ഇതിനെ സ്റ്റേ കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു ചട്ടം കൊണ്ടുവന്നതിൻ്റെ പിന്നിലും അതുപോലെ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ സർവകലാശാലകളിൽ ഉണ്ടാകുന്ന ജാതീയ വ്യവസ്ഥകളിൽ മാറ്റം വരാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ചട്ടം കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ പോലും സുപ്രീം കോടതി ഇതിനെ സ്റ്റേ ചെയ്തൊരു സമയത്ത് ഇതിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിലെ ഒരു സത്യസന്ധത എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാൻ. അല്ല, നമുക്ക് പെട്ടെന്ന് വായിച്ചെടുത്താൽ അംബേദ്കറെയൊക്കെ പോലെ ആരോ UGCക്കകത്തുണ്ടെന്നും അവർ വ്യക്തമായും ഇന്നത്തെ ഈ ദളിത് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എഴുതിയതുപോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇറക്കിയെന്നാണ് നമുക്ക് തോന്നുക. ഇനി അങ്ങനെ ഒന്ന് സംഭവിച്ചോ ഇല്ലയെന്നും പറയാനൊന്നും നമ്മളാളല്ല. ചിലപ്പോൾ എന്തായിരിക്കാം, എന്തായാലും ഇത് ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം എന്ത് ചെയ്തു കൃത്യമായിട്ടും വന്നു. കാരണം ആ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ആ സമ്മർദ്ദങ്ങൾ വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് നിർദ്ദേശിക്കപ്പെട്ടതാണ്. പിന്നെ അതാരാണ് ആ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഏത് രീതിയിലത് പിന്നെ സംഭവിച്ചത് വേറൊരു വിഷയമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, BJP ഭയപ്പെടുന്നത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, ഈ പ്രതിപക്ഷ പാർട്ടികളുടെ കയ്യിലേക്ക് അമിതമായിട്ടുള്ള ഫണ്ട് വരുന്നത്. എന്നുവെച്ചാൽ ഒരു രാഷ്ട്രീയ പ്രക്രിയയെ സ്വാധീനിക്കാൻ കഴിയുന്നത്രയും വലിയ തുക അവരുടെ കയ്യിലേക്ക് വരുന്നത്. അങ്ങനെ ആരെങ്കിലും അവർക്ക് ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ റെയ്ഡ് ചെയ്യും. അപ്പോൾ ഒരു 5% 2% ഫണ്ടൊന്നും പോലെ കയ്യിലേക്ക് പോയാൽ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം ഒരു ഓഫീസും വർക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഒരിക്കലും ഫണ്ട് എത്തിച്ചേർച്ചാൽ എലക്ഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയയിൽ അവർക്ക് സാമ്പത്തികമായി ഇടപെട്ടുകൊണ്ട് സ്വാധീനിക്കാൻ ഒരിക്കലും കഴിയാത്ത വിധത്തിലുള്ള ഒരിത് അത് കൃത്യമായിട്ട് അവർ എൻഷുർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒന്ന്, പിന്നെ മറ്റു രീതിയിലൊന്നും ഈ ഭയപ്പെടുത്താൻ പറ്റാത്ത ആശയപരമായി BJPയെ വ്യക്തമായും എതിർക്കുന്ന, ഹിന്ദുത്വയെ എതിർക്കുന്ന സംഘങ്ങൾ, അതിപ്പോൾ നക്സലൈറ്റുകളാണെങ്കിലും നിരീശ്വരവാദ നമ്മുടെ ഇവിടുത്തെ ഈ വിഭാഗത്തെല്ലാം നമ്മൾ പറയുന്നത് ഇപ്പോൾ ദബോൽക്കറെ പോലുള്ള കുൽബർഗിയെ പോലെയൊക്കെയുള്ള കൃത്യമായും ഹിന്ദുത്വക്കെതിരെ തന്നെ സംസാരിച്ചിരുന്ന ആളുകൾ, അവർ സംസാരത്തിലൂടെ സംഭവിച്ചു കൊണ്ടിരുന്ന കാര്യം എന്താ വെച്ചാൽ ദളിതരോ അതല്ലെങ്കിൽ ഈ പറയുന്ന അവർണ വിഭാഗങ്ങളോ അവരാരും ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ല എന്നും ഈ പറയുന്ന രീതിയിലൊരു സ്ഥാനവും അവർക്ക് ഈ സവർണ മേധാവിത്വമുള്ള സംഘപരിവാർ രാഷ്ട്രീയ പ്രക്രിയയിലില്ല എന്നവർ കൃത്യമായിട്ട് വാദിച്ചിരുന്നു. അപ്പോൾ ഒരു മുസ്ലിം പറയുന്നത് പോലെയല്ല, കോൺഗ്രസ് പറയുന്നത് പോലെയല്ല, അത് ഒരു രാഷ്ട്രീയ ആശയം കൂടിയാണ്. മാത്രമല്ല നമുക്കറിയാം വിപ്ലവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ ചില ആശയങ്ങൾ മെല്ലെ ഇങ്ങനെ കയറിക്ക വന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഭാഗങ്ങളെ കൃത്യമായിട്ടും അവർ അടിച്ചൊതുക്കിയിട്ടുണ്ട്.
നക്സലൈറ്റുകൾ അതേപോലെ തന്നെ അവർ പലപ്പോഴും ഈ ഭൂമാഫിയക്കെതിരെ മറ്റേ ഖനന മാഫിയക്കെതിരെ ഒക്കെ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളെ അല്ല. അത് ബസ്തറിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും മറ്റേ ഈ പറയുന്ന ഖനി വ്യവസായങ്ങൾക്കെതിരെയൊക്കെ അല്ലെ മറ്റേ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെ ഇവരുടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ അതിൽ വേട്ടയാടപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെതിരെയും അവരെ രാജ്യദ്രോഹികളായി ദേശദ്രോഹികളായി മറ്റേ ടെററിസ്റ്റുകളായിട്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒന്ന് മുസ്ലിം ദളിത് ഐക്യമാണ്. അത് ഇന്ത്യയിൽ സംഭവിച്ചാൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് BJP വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിൽ അധികാരം അവർണ്ണന് ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് മദനി രംഗത്ത് വന്നത്. അവിടെ മുസ്ലിങ്ങൾക്കെന്നല്ല പറഞ്ഞത്, അവർണ്ണനെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും ഇന്ന് നമുക്കറിയാം ഇന്ത്യയിലുള്ള ഏറ്റവും ദീർഘകാലമായി ഒരു രാഷ്ട്രീയ കുറ്റവാളിയായി തടവിൽ കിടക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ പളനി ബാബ തമിഴ്നാട്ടിൽ ഇതുപോലെ തന്നെ ഒരു വലിയ ശക്തിയായിട്ട് MGR പോലും അത്ഭുതപ്പെടുന്ന വിധത്തിൽ വലിയ ശക്തിയായിട്ട് ഉയർന്നു വന്ന ഒരാളായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ മുന്നേറ്റത്തെ ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല അത് അവരുടെ വേര് അറുക്കും. അപ്പോൾ ഇവിടെ ഒന്നാമത്തൊരു ഇതെന്ന് വെച്ചാൽ ഈ നിയമത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ്, ഇത്തരം വിഭാഗങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിലൂടെ ഉണ്ടാകാവുന്ന ഒരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരസ്പരമുള്ള ഐക്യത്തിൻ്റെ ഒരു ഘടകമുണ്ട്. ചിലപ്പോൾ ഒരു ദളിതനായ ഒരാൾക്കെതിരെ ഇത്തരം ഒരു അട്രോസിറ്റി ഉണ്ടായി അല്ലെങ്കിൽ ഒരു വിവേചനം ഉണ്ടായി എന്ന് വയ്ക്കുക. അതൊരു പ്രക്ഷോഭമാകുമ്പോൾ ഈ പറയുന്ന OBC മറ്റു വിഭാഗങ്ങളൊക്കെ എൻ്റെ കൂടെ കൂടും. അതൊരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് മുസ്ലിങ്ങൾക്കെതിരെ ചിലപ്പോൾ സംഭവിച്ചാൽ ദളിതരും പക്ഷം ചേരാം. അത് ഇന്ത്യയൊട്ടുക്കും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ഒരു സാധ്യതയുള്ളൊരു വേവ് ഉണ്ടാവും. ഇതിനെ BJP ഭയപ്പെടുന്നുണ്ട്. പിന്നൊന്നെന്താ വെച്ചാൽ ഇപ്പോൾ മുസ്ലിങ്ങളെ വേണമെങ്കിൽ മിയകൾ അല്ലേ, പിന്നെ അല്ലെങ്കിൽ രാജ്യദ്രോഹികളോ ദേശദ്രോഹികളോ ദേശസ്നേഹമില്ലാത്തവരോ ഒക്കെ ആയിട്ട് ചെയ്യാം. ഇനി വേറെ രസം എന്താ വെച്ചാൽ ഇത്ര കാലമൊക്കെ നമ്മൾ ഈ പാകിസ്ഥാനികളെന്ന് പറഞ്ഞിരുന്നത്, പാകിസ്ഥാനിൽ പോയിക്കോന്നാണ്. ഇപ്പോൾ പാകിസ്ഥാൻ നമ്മൾ അധികം കേൾക്കുന്നില്ല, ഇപ്പോൾ ബംഗ്ലാദേശാണ്. ഇപ്പോൾ കാര്യമായിട്ട് ബംഗ്ലാദേശ് എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അതൊരു വ്യക്തമായ ഒരു താല്പര്യത്തോടെയുള്ളൊരു ചൂടുമാറ്റം കൂടിയാണ്. കാരണം പാകിസ്ഥാനികളെ പുറത്താക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും കിട്ടൂല, കുറച്ച് വിരലെണ്ണ അവരെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബോർഡർ ഉണ്ടായിരുന്നില്ല. ഇന്ത്യ പൂർണ്ണമായും സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നവരാണ് അവർ. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നവരാണ്. ഒരു തോണിയിൽ നിന്ന് എന്ത് ചെയ്യും, കയറിയാൽ ക്രോസ് ചെയ്താൽ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എത്താൻ പറ്റുന്നു. അപ്പോൾ ആ നിലയിലുള്ള ഒരു പരസ്പര ബാന്ധവം ഉണ്ടായിരുന്ന, കച്ചവട ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ തിരിയുന്നത്. പോട്ടെ, എന്തായാലും ഈ മുസ്ലിങ്ങൾക്കെതിരെ ഇതൊക്കെ പറയാം, പക്ഷെ ദളിതർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റുക? ദളിതരെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ, ഈ നിലയ്ക്ക് ഒറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ കൃത്യമായിട്ടും ദളിതരെയും ഇതേ ആശയം ഉപയോഗിച്ച് അവർ ഉന്നം വയ്ക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ മാത്രമല്ല പീഡിപ്പിക്കപ്പെടുന്നത്, വരാത്ത ഇവിടെ തന്നെയുള്ള ദളിതരും പീഡിപ്പിക്കപ്പെടുന്നത് ഇതേ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദളിത് വിഭാഗത്തെ സവർണ ഹൈന്ദവത അവരുടെ ഒരു കീഴാളന്മാരായിട്ടല്ലാതെ ഈ പറയുന്ന ഹിന്ദു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അവർ അംഗീകരിക്കുന്നേയില്ല. അത് വേദങ്ങളൊക്കെ എടുത്താലും ദസ്യുക്കൾ എന്ന് പറയുന്നത് ഒരിക്കലും ഹൈന്ദവ ഈ ഫോൾഡിൻ്റെ ഭാഗമൊന്നുമല്ല. അപ്പോൾ ഇത് പുറത്തു വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ അവർക്കൊരു ശാക്തീകരണം നടക്കുക എന്ന് പറയുന്നത്, അവരുടെ ഒരു സ്വതം അവർ തിരിച്ചറിയുകയും അത് ഇവിടുത്തെ മറ്റൊരു പ്രബല ശക്തിയുമായി ചേർന്നുകൊണ്ടൊരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യത അത് ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അതൊരു വലിയ സാമൂഹ്യ പരിണാമമായിരിക്കും. അവരവരുടെ സ്വതം തിരിച്ചറിഞ്ഞുകൊണ്ട് രംഗത്ത് ഇതിന് ഏറ്റവും സഹായിക്കാവുന്ന കാര്യം എഡ്യൂക്കേഷനാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ രംഗത്ത് ഇവരെ തടയാതെ ഇവർക്ക് ഏതെങ്കിലും നിലയിൽ അവരെ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു +2 അല്ലെങ്കിൽ ഒരു ഡിഗ്രി റിസർച്ചിൻ്റെ മേഖലയിലേക്കോ, ഇപ്പോൾ നമുക്കറിയാം എവിടെയെടുത്ത് ഒരു വോയിസ് പുറത്ത് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആരാന്ന് വയ്ക്കുക, ഡോക്ടർ സമാനാണ്. ശരി, എന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പഠിക്കുന്നതിനെ കുറിച്ചൊന്ന് ഞാൻ പറയാം. അതേസമയം ഒരു സാധാരണക്കാരൻ രോഗത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ പറഞ്ഞാൽ എന്താ ചെയ്യുക,
അതിന് എനിക്കെന്ത് വിവരമുള്ള വയ്ക്കും. അപ്പോൾ ഇവിടെ ഈ ഡോക്ടറേറ്റ് എടുക്കുക അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇവർ ഉയർന്നു വരിക, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ വോയിസ് കേൾക്കപ്പെടാൻ തുടങ്ങും. അതിന് ഓതൻറ്റിസിറ്റി ഉണ്ടാവും. ഈ ഓതൻറ്റിസിറ്റി നിഷേധിക്കപ്പെടേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഇത് കേവലം ഒരു വിദ്യാഭ്യാസ രംഗത്തുള്ള നീതിയുടെ അനീതിയുടെ ഒന്നും പ്രശ്നമല്ല, ഡിസ്ക്രിമിനേഷൻ്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഒരിക്കലും ഇവർ കയറി വരാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഈ നിലക്ക് മാത്രമല്ല, നമുക്കറിയാം റിസർച്ചിൻ്റെ രംഗത്ത് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ പോലും എന്ത് ചെയ്തു അത് നടന്ന് നമുക്കറിയാം. കൃത്യമായിട്ട് എന്താണ് പിന്നെ പേപ്പർ സംസ്കൃത ഇതിനകത്തൊക്കെ സർവേഷണം നടന്നൊക്കെ. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഒട്ടുക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ മഹാഭൂരിപക്ഷമായിട്ടുള്ള ഈ വിഭാഗത്തെ രണ്ടു നിലയ്ക്ക് തടയാനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതിയുണ്ട്. ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ ഈ സവർണ വിഭാഗത്തിന് ഇടക്കാലത്തൊരു ശക്തി നഷ്ടപ്പെട്ടിരുന്നു. കാരണം ഈ മണ്ഡൽ ഇതൊക്കെ വന്നപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറി. ഒരുപാട് ഈ മറ്റേ ദളിതരൊന്നും വന്നില്ലെങ്കിൽ പോലും ഇടനിലയിലുള്ള ജാതി വിഭാഗങ്ങൾ കുറച്ചുകൂടി ഉയർന്ന് വന്നു. അതിന്നും കുറച്ചൊക്കെ ശക്തമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യു പിയിലാണെങ്കിലും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആ വിഭാഗത്തിൻ്റെ ഒരു ശക്തി തിരിച്ച് താഴ്ത്തിക്കളഞ്ഞത് ഇപ്പോൾ BJP വന്നതിന് ശേഷമാണ്. ഇപ്പോൾ യോഗിയൊക്കെ വന്ന് ഇവരൊക്കെ ആ രീതിയിലുള്ളൊരു സാധനം അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മളുള്ള മണ്ഡലിനെതിരെ കമണ്ഡൽ വന്നല്ലോ, ഇതുപോലെ അതിൻ്റെ ഒരു തുടർച്ചയായൊരു പ്രക്ഷോഭമാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഇവിടെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഈ സവർണ വിഭാഗങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് അവരെ ബോധപൂർവം ഇരകളാക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതാണ് അവർ ഉന്നയിച്ച ഭയപ്പാടെന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഒരു ശരിയായിട്ടൊക്കെ പറയാം. നമുക്കറിയാം, ഇപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങൾ പലതും പിന്നെ പുരുഷ വിരുദ്ധമായിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചയായിട്ട് മാറുന്നത്. ഇപ്പോൾ ഡവറിക്കെതിരെയുള്ള ഇതൊക്കെ വന്നില്ല. അപ്പോൾ അത് സംഭവിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ BJP കൃത്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഈ 10 വർഷത്തിനിടയിൽ അവർ ചുട്ടെടുത്ത നിയമങ്ങൾ, ആ നിയമങ്ങളിൽ 3/4 പങ്കും മുസ്ലിങ്ങൾക്കെതിരെയുള്ളതായിരുന്നു. മാത്രമല്ല കൃത്യമായി മിസ്യൂസ് ചെയ്യപ്പെടാനിടയുള്ള ഇപ്പോൾ 2 വിവാഹം കഴിക്കുക എന്നുള്ള വിഷയം അതിനകത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു നിയമം പഴുതടച്ചതാകണം. ഒരു കാരണവശാലും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇരയാക്കുന്ന രൂപത്തിലാകരുത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ നിയമം മാത്രമല്ല, ഇതുവരെ ഈ കൊണ്ടുവന്ന പല നിയമങ്ങളിലും ആ പരിഷ്കാരം ആവശ്യമുണ്ടാകും. എന്തായാലും ഈ ജാതീയതയുടെ ഇന്ത്യയിൽ ജാതീയതയുടെ ഒരു ശക്തി ഇതിനകത്ത് അളക്കപ്പെടാൻ പോവുകയാണ്. എനിക്ക് തോന്നുവെച്ചാൽ ഈ സമയത്ത് ഇത് BJP ബോധപൂർവം പുറത്തുവിട്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ യു പിയിലെ ഇലക്ഷൻ കഴിഞ്ഞു, ബീഹാറിലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു തൽക്കാലം ഒരു പോളറൈസേഷൻ നടന്നാൽ, ഒരു ഡിവൈഡ് ഉണ്ടായാൽ, ഇനിയിപ്പോൾ BJPക്കെതിരെ സവർണർ ഇളകുന്നതായിട്ട് പത്രമാധ്യമങ്ങളൊക്കെ കൊണ്ടുവന്നാലും ശരിക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമുണ്ട്. അത്തരം കാര്യങ്ങൾ ന്യൂട്രലൈസ് ചെയ്യാനും ഒരുപക്ഷെ പിന്നെ കംപ്ലീറ്റ് ഡിഫ്യൂസ് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമുണ്ട്. ആ സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. ഇപ്പോൾ കോടതി ഇടപെട്ടു. കോടതി തൽക്കാലം എന്ത് ചെയ്തു, അത് സ്റ്റേ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അതിനകത്ത് 2 കക്ഷികളും കേൾക്കാനുള്ള ദൂരം, ഒന്നുകിൽ ഇതിൻ്റെ സ്വഭാവം പരിമിതപ്പെടുത്തും, ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ധ്യാൻ, അതല്ലെങ്കിൽ ഇത് ഇൻഡെഫിനിറ്റായിട്ട് എന്ത് ചെയ്യും, ഇത് കോടതിയിൽ വ്യവഹാരമായിട്ട് മാറാം. ഇനി അതുമല്ലെങ്കിൽ ഇത് തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, സംവരണ വിഷയങ്ങളിലൊന്നിലും സുപ്രീം കോടതി നീതിയുക്തമായ രൂപത്തിൽ ഒരു വിധി നൽകിയിട്ടില്ല. അതവിടെ കൃത്യമായുള്ള ഒരു പരിഭാവനമായ രൂപത്തിൽ തന്നെ അവർ തടയാറുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും പിന്നെ ഇവിടെ അതിനേക്കാൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ അറിയോ, ഇവിടെ കോൺഗ്രസ് എന്തു ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ BJP ബോധപൂർവം തന്നെ കോൺഗ്രസിനെ കൂടെ ഇതിനകത്ത് ട്രാപ്പിലാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ കോൺഗ്രസ് എവിടെ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കോൺഗ്രസ് ഉദ്ദേശിച്ചാൽ മറ്റ് രാഷ്ട്രീയ ഈ കക്ഷികളെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ നിൽക്കേണ്ടത്. ഇവിടെ ഈ സവർണ പ്രക്ഷോഭത്തിൻ്റെ കൂടെ നിൽക്കണമോ, അതോ ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി അവരെ കൂടെ നിൽക്കണമോ?
ഈ ചോദ്യത്തിൻ്റെ മുൻപിൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ പതറി നിൽക്കുകയാണ്. കാരണം നല്ലൊരു ഒക്കേഷനാണ്, ഒരു രാഷ്ട്രീയ സന്ദർഭമാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും മാസീവായിട്ട് ജനങ്ങളെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ കഴിയുന്ന, പക്ഷേ അതിന് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയോ കാഴ്ചപ്പാടോ മറ്റു രാഷ്ട്രീയ കക്ഷികൾക്കില്ല. അല്ലെങ്കിൽ അത് മടക്കണമ ചവിട്ടണ പോലെ ചവിട്ടിയാൽ എന്ത് ചെയ്യും, അപ്പുറത്ത് പ്രശ്നമാകുമെന്ന് എഴുതിയിട്ട് മൗനം പാലിക്കുന്നൊരവസ്ഥയാണ് ഉള്ളത്. എന്തായാലും അത് BJPയുടെ ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ ബാക്കി ദിശ ഒക്കെ നിർണ്ണയിക്കേണ്ടത് വരും കാലമാണ്. UGC കൊണ്ടുവന്നിട്ടുള്ള ഈ പരിഷ്കരണം ഇപ്പോൾ 29-ാം തീയതി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ശരിക്കും തന്നെ നടപ്പിലാകുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്യാമ്പസുകളിൽ, വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ ഒരു വിവേചനം അസ്തമിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയും പരാതി സ്വീകരിക്കാൻ വേണ്ടിയും പ്രത്യേക കമ്മിറ്റികളൊക്കെ ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവേചനം പിന്നെ ആ നിലക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ക്യാമ്പസിലും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വരും. അപ്പോൾ ഏറ്റവും നല്ല ഒന്നായിട്ട് തന്നെയാണ് നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ ഈ നിലക്ക് ചിന്തിക്കുന്ന ആളുകൾ UGCയിലുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ പഴയ കാലത്ത് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ദളിത് വിഭാഗമാവട്ടെ അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളൊക്കെ ഒരുപാട് സംഗതികൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ പൽപ്പുവിനെ പോലെയുള്ള ആളുകളൊക്കെ ഈഴവരാണ്. അവർ വിദേശത്ത് പോയിട്ട് MBBS പഠിച്ച് ഇവിടെ വന്ന് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആരാണ് ഈ തെങ്ങിലെ കള്ള് ചെത്താന്നൊക്കെ ചോദിച്ചാണ്ട് പരിഹസിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശരിക്കൊരു സംവരണ ഇതിനു വേണ്ടിയുള്ളൊരു പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ അത് സംബന്ധമായിട്ടുണ്ടായതാണ്. പിന്നെ ഇപ്പോൾ മണ്ഡൽ കമ്മീഷൻ്റെ ഇത് പറഞ്ഞല്ലോ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണം ഏർപ്പാടിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് നടപ്പിലാക്കുമെന്ന് VP സിംഗ് പറഞ്ഞതോടുകൂടി തന്നെ ബ്രാഹ്മണരായിട്ടുള്ള സവർണ വിഭാഗങ്ങൾ ഇളകി. മാത്രമല്ല ഒരുത്തന് പിന്നെ തീ കത്തിച്ചുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയും മരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഗതി പിന്നീട് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സ്റ്റേ ചെയ്തു. ഇത് കാലങ്ങളായി നടന്നുകൊണ്ട് ഇനിയും ഈ പിന്നോക്ക വിഭാഗം ആളുകൾ വരുന്നതിനെ ഭയപ്പെടുന്നത് BJP രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ UGC കൊണ്ടുവന്നുള്ള ഈ സംഗതി വന്നപ്പോൾ തന്നെ 7ഓളം MLA രാജിവെച്ചിട്ടുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട്. ഇതിനോടുള്ള വിയോജിപ്പ് കാരണമായിട്ട് ഒരിക്കലും അവർക്ക് പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം അവർ രാഷ്ട്രീയം അതാണ്, ഭാര്യന്മാരും അതേപോലെ സവർണരും ഒക്കെ കൂടിയിട്ടുള്ള സംവിധാനമാണല്ലോ, അവരുടെ ആശയവും അത് തന്നെയാണ്. അപ്പോൾ ഇത് ചില ആളുകളൊക്കെ ധരിച്ചതും അതുപോലെ വിശ്വസിക്കുന്നതുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇന്ത്യയിൽ തന്നെയും പല ദളിതരും BJPൻ്റെയും RSSൻ്റെയൊക്കെ കൂടെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്കൊരു വിവേകമുണ്ടാവട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണേ. അപ്പോൾ ഇതിൽ പിന്നെ ഈ 1992 ബാബരി മസ്ജിദ് പൊളിക്കുന്ന സന്ദർഭത്തിൽ ഈ രാജസ്ഥാനിൽ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ പേര് ബൻവർ മേഘവൻഷി എന്നാണ് അയാളുടെ പേര്. അയാൾ നല്ലൊരു എഴുത്തുകാരനാണ്. അയാൾ RSSകാരനാണ്. ഇതിൽ പിന്നെ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്നതൊക്കെ പിന്നീട് അതിന് ശേഷം അയാൾക്കുണ്ടായിട്ടുള്ള കുറേ ദുരനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അയാളൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അയാളുടെ പുസ്തകം എന്ന് വെച്ചാൽ പിന്നെ ഇതിലിങ്ങനെ ഐ കുഡ് നോട്ട് ബി ഹിന്ദു, ദി സ്റ്റോറി ഓഫ് എ ദളിത് ഇൻ ദി RSS എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അയാൾ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ RSS ഇരിക്കുന്ന സമയത്ത് നേതാക്കളോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ വഴിയിൽ അയാളുടെ വീട്ടിൽ പാകം ചെയ്തിട്ടുള്ള ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നേതാക്കൾ ക്ഷണിച്ചു. എല്ലാവരും സന്തോഷമായി. പക്ഷേ നേതാക്കൾ ചില ആളുകൾ പറഞ്ഞു അത് മഹർഷിമാർക്കും അതുപോലെ തന്നെ നമ്മൾ പുരോഹിതന്മാർക്കൊക്കെ പ്രയാസമാകും, അവിടെ നിന്ന് സമയം ഉണ്ടാവില്ല കഴിക്കാൻ, അതുകൊണ്ടൊരു പൊതിയാക്കിയിട്ട് തന്നാൽ മതി. അതിനൊരു പൊതിയാക്കിയിട്ട് കൊടുത്തവർ യാത്രക്കിടയിൽ പിന്നീട് അദ്ദേഹം ആ സംഘത്തിൽ നിന്ന് മാറി. യാത്രക്കിടയിൽ ഇവർ വേറൊരു ബ്രാഹ്മണൻ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണമായിരുന്നു കഴിച്ചത്. ഇയാൾ കൊടുത്തിട്ടുള്ള ഭക്ഷണ പൊതികൾ വഴിയിൽ ഉപേക്ഷിക്കാനുണ്ടായത്. അത് ഇയാൾ അറിഞ്ഞപ്പോൾ അത് ശക്തമായിട്ട് അയാൾ ചോദിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കാൻ വേണ്ടി അയോധ്യയിൽ ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ. അതേപോലെ രാമരാജ്യം അതുപോലെ ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ജില്ലയുടെ അയാൾ പറയണത് ഈ ജില്ലയുടെ മേധാവിയാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് നിങ്ങൾ ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രം രൂപപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം എന്താണ് പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അതിൽ വീണ്ടും അയാൾ ആവർത്തിച്ച് പറയണത് ദളിതരുടെ സ്ഥാനം, ഹിന്ദുത്വ രാഷ്ട്രം വളർന്നു വന്നാൽ ദളിതരുടെ സ്ഥാനം എന്താണ് എന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്.
ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാനോ അവരെ അംഗീകരിക്കാനോ ഒരിക്കലും BJP രാഷ്ട്രീയത്തിന് സാധിക്കൂല എന്നുള്ളതാണ്. ആ ഒരു വാസ്തവം തിരിച്ചറിയാൻ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.